അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പം തന്നെ അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ കെണിപ്പുകളുടെ എണ്ണം കണ്ടും അവൻ സ്വതക്ക ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ കിടന്നോടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റിയല്ലേ നമുക്ക്? എത്ര കെണിപ്പുകളാ നമ്മളെ ശരീരത്തിൽ. ഏതെങ്കിലും ഒരു കെണിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൂചിന്റെ മൊന കൊണ്ട് കുത്തണ വേദന തോന്നിയാ അന്ന് പണിക്കുവാൻ പറ്റും നമുക്ക്? പീടിയ തുറക്കാൻ കഴിയാം നമുക്ക്? വേറെന്തെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രയാസമില്ലാതെ നമ്മൾ എഴുന്നേറ്റ് പോലും. നമ്മൾ ഗ്രീസ് ഇട്ടണതിന് വേറെന്തേലും കൊടുത്തണോ? ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇത് എന്ന് തുടങ്ങിയതാലേ വളക്കണ് നിർത്തണ് ഇരിക്കണ് കിടക്കണ്. അപ്പൊ എഴുന്നേറ്റ് പോരുമ്പം തന്നെ ഇതിനൊക്കെ സ്വതക്ക ചെയ്യാൻ കടപ്പെട്ടവരാണ്. പക്ഷെ അതിന് മാത്രമുള്ള കാശ് നമ്മളെ പോക്കറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മുത്തനബി പറഞ്ഞു, കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്, അല്ലാഹു അക്ബർ സ്വതക്കയാണ്, അംറും ബിൽ മഅറൂഫി സ്വതക്ക, നന്മ ഉപദേശിക്കൽ സ്വതക്കയാണ്, തിന്മ വിരോധിക്കൽ സ്വതക്കയാണ്, ഒരാൾക്ക് അയാളുടെ ഭാരം തലയിലേക്ക് കയറ്റി വെച്ചു കൊടുക്കൽ സ്വതക്കയാണ്, ഒരാൾക്ക് വെള്ളം കോരി കൊടുക്കൽ സ്വതക്കയാണ്, ഒരാളെ വാഹനത്തിലേക്ക് കയറ്റാൻ സഹായിക്കൽ സ്വതക്കയാണ്. ഇങ്ങനെ കുറെ എണ്ണി പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, വയഅദിലു ദാലിക കുല്ലഹു, ഈ പറഞ്ഞ എല്ലാ കർമ്മത്തിനോടും കിടപിടിക്കും. റകഅത്താനി യർകഉഹുമാ ഫിൽ ളുഹാ, ഒരു മുസ്ലിമായ മനുഷ്യൻ ളുഹായുടെ സമയത്ത് നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് ഇതിനൊക്കെ പകരം വെക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി പാരിത്രിക ലോകത്തേക്കുള്ള നമ്മളെ തുലാസ് നിറക്കാൻ ഈ റമളാനു ശരീഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം.